ഡീസൽ ചെലവാകുമെന്ന് കരുതിയല്ല ജനറേറ്റർ പ്രവർത്തിപ്പിക്കാതിരുന്നത്. വൈദ്യുതി തകരാറ് പരിഹരിക്കുന്നതിനായാണ് ജനറേറ്റർ ഓഫ് ചെയ്തത്. നേരത്തെ റിയ സൂചിപ്പിച്ച കാര്യം അവരുടെ പ്രതികരണത്തിലേക്ക്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ ഇവിടെ കറണ്ട് പോയതാണ്. അത് കഴിഞ്ഞ് കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്റ്റേഷനിലെ ഒരു പാനൽ ബോർഡ് കത്തിപ്പോയി. അത് മാറുന്നതിനായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഇത് മാറാനായിട്ട്. അപ്പോൾ ഇത് മാറാൻ അവരുടെ തന്നെ എക്സ്പേർട്ട് വരണം എന്നുള്ള രീതിയിൽ അങ്ങനെ 6:30 വരെ കാത്തിരിക്കണം എന്നുള്ള ഒരവസ്ഥയുണ്ടായി. അപ്പം നമ്മുടെ ആശുപത്രിക്ക് 3 ഇലക്ട്രീഷ്യന്മാരുണ്ട്. ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് ഈ ഓൾറെഡി ജനറേറ്റർ റണ്ണിങ് ആയിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഇവർ 3 പേരും ഒരുമിച്ച് വന്നിട്ട് ഒന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ നോക്കാൻ നേരം ഇതൊന്ന് ഓഫാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ എന്നാൽ പിന്നെ വൈകിട്ട് വരെ ഇരിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ അനൗൺസും ചെയ്തതാണ്, മൈക്കിൽ അനൗൺസും ചെയ്തതാണ് കാര്യങ്ങൾ. ഇന്നതാണ് പ്രശ്നം, തടസ്സം വരും, ഈ പാനൽ ബോർഡ് കത്തിപ്പോയി, അതുകൊണ്ട് കറണ്ട് സപ്ലൈ തടസ്സം വരുമെന്നുള്ള കാര്യം നമ്മൾ മൈക്കിൽ അനൗൺസും ചെയ്തതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് പണിതുകൊണ്ടിരിക്കുക, ഇപ്പം തന്നെ ശരിയാക്കും എന്നിട്ട് ആവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവരെന്തോ റെസ്പോണ്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഈ ചേട്ടൻ അങ്ങനെ തോന്നിയത്. അല്ലാതെ അങ്ങനെ ഇലക്ട്രിസിറ്റി തടസ്സം വരത്തക്ക രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഡീസലിൻ്റെ അതിനകത്തുള്ള അളവും അത്രയും നേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെല്ലാം തെളിവും ഉള്ളതാണ്.